ബോട്ട് ഇങ്ങനെ കരയിലും വെള്ളത്തിലുമായിട്ട് ഇട്ടേക്കുക. നമ്മളിപ്പോൾ ഒരു ലേക്കിലാണുള്ളത്. ആ ലേക്കിൻ്റെ പേര് മലരൻ എന്നാണ്. ഇവിടുന്ന് നമുക്ക് സ്റ്റോക്ക്ഹോമിലേക്ക് പോകണം. പക്ഷേ വെള്ളിയാണല്ലോ. ഇവിടുന്ന് നമുക്ക് സ്റ്റോക്ക്ഹോമിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ കയറണം. ആ ട്രെയിന് പറയുന്ന പേര് മലർടോഗ് എന്നാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു, ഇപ്പോൾ ആ ട്രെയിനൊക്കെ മിസ്സായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, മലര് മിസ്സായി അല്ലേ? അപ്പോൾ ഞാനിപ്പോൾ വെള്ളത്തിലാണ്. ഞാൻ വെള്ളത്തിലല്ല, വെള്ളം ഉറഞ്ഞിരിക്കുന്ന ലേക്കിൻ്റെ മുകളിലാണ് ഞാനുള്ളത്. ഇപ്പോൾ അതെങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരികയെന്ന് വെച്ചാൽ വെരി ഡിഫിക്കൾട്ട്. കാരണം കുറേ അധികം മഞ്ഞ് മാറ്റേണ്ടി വരും. സോ നമ്മൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഫ്രെയിം പിടിച്ചത്. ചെറിയൊരു ബോട്ട് ജെട്ടിയാണ്. അപ്പോൾ ഇതിപ്പോൾ തണുത്തുറഞ്ഞ് കിടക്കുവാണ്. ഇവിടെ മാത്രമല്ല, ഓൾമോസ്റ്റ് ഇവിടെയുള്ള വെള്ളക്കുഴികൾ പോലും ഇപ്പോൾ തണുത്തുറഞ്ഞ് കിടക്കുക. നമ്മൾ മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള വിഭവങ്ങളെല്ലാം പരീക്ഷിച്ച് പരാജയപ്പെടുന്നത് കണ്ടിട്ട് എൻ്റെ ഫ്രണ്ടാണ് എനിക്ക് നൂഡിൽസ് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ അനു, താങ്ക് യു. ബോട്ട് ഇങ്ങനെ കരയിലും വെള്ളത്തിലുമായിട്ട് ഇട്ടേക്കുക. പക്ഷെ ഇപ്പോൾ ഇത് മൊത്തം ഇങ്ങനെ ഉറഞ്ഞു പോയിരിക്കുന്നത് കൊണ്ട് ഇവിടെ തൊട്ട് ഇങ്ങോട്ട് വെള്ളമാണ് എന്ന് പറയാനേ പറ്റുള്ളൂ. ഇതുകൊണ്ടാണ് ഞാൻ മുൻ വീഡിയോകളിൽ പറഞ്ഞത്, ഞാനിപ്പോൾ ആ ലേക്ക് സൈഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലേക്കാണെന്ന് പറഞ്ഞാലും അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വിശ്വസിക്കാനായിട്ട്. ഇന്നത്തെ ഇവിടുത്തെ ടെമ്പറേച്ചർ -17 ആണ്. ഇന്ന് നമ്മൾ വളരെ ലഘുവായിട്ട് ഒരു നൂഡിൽസാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് വളരെ കുറച്ച് വെജിറ്റബിൾസ്, പ്ലെയിൻ ആവണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നുണ്ട്. ക്യാരറ്റ്, ഗ്രീൻ ഓണിയൻ, ബ്രൊക്കോളി, പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ഗ്രീൻ ചില്ലി. നമുക്ക് ഓരോന്ന് അരിഞ്ഞെടുക്കാം. ആസ് യൂഷ്വൽ നമ്മൾ വേസ്റ്റ് ഒന്നും തന്നെ ഇവിടെ ഇട്ടേച്ചും പോകുന്നില്ല. അതിപ്പോൾ എന്ത് വലിയ വേസ്റ്റ് ആണെങ്കിലും എന്ത് ചെറിയ വേസ്റ്റ് ആണെങ്കിലും. തീ കൊളുത്തിയിട്ടുണ്ട്. കൊണ്ടുവന്നിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇവിടെ വെള്ളം തിളച്ചോ നോക്കാം. ഇപ്പം നമ്മുടെ വെള്ളം തിളച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് നമ്മുടെ നൂഡിൽസ് ഇട്ട് കൊടുക്കാം. നമ്മൾ നൂഡിൽസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നൂഡിൽസ് എല്ലാം നല്ലോണം തിളച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. സമ്മർ ആകുമ്പോൾ ഇവിടെ ഗ്രില്ല് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. ആ ബ്ലാക്ക് കാണുന്നതാണ് മറപ്പുര. പിന്നെ ദാ ഇവിടെ വേറെയും ഇരിക്കാനും ഗ്രില്ല് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇതാണ് നമ്മൾ ഇന്ന് നിൽക്കുന്ന നമ്മുടെ മലരൻ ലേക്ക്. ലേക്കിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളും. ഓക്കെ, കുറച്ച് നേരമായി നമ്മൾ പോയിട്ട് സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി പോയതാ.
അപ്പോൾ ഓൾറെഡി ഇത് തിളച്ച് നല്ല സെറ്റായിട്ടുണ്ട്. ആഹാ, അയ്യോ കൈമ ചാടിപ്പോയി. നമുക്കിനി നമ്മുടെ മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി മസാല ഇട്ട് കൊടുക്കാനുണ്ട്. അത് മുട്ടയൊന്ന് സെറ്റായിട്ട് ഇട്ട് കൊടുക്കാം. അയ്യോ, നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡിയാണ്. എന്തായാലും നമ്മൾ ഇത്രയും വഴി വന്നതല്ലേ, നമുക്ക് കുറച്ച് മലരൻ ലേക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. നമ്മുടെ മറ്റേ പാട്ടില്ലേ, പഞ്ചവർണ്ണ പൈങ്കിളി പെണ്ണെ, അതിൻ്റെ അകത്തുള്ള പോലത്തെ ചെടികളാണ് ഈ നിൽക്കുന്നത്. ഇത് പക്ഷേ നമ്മുടെ ഈ വൂളൻ ക്ലോത്തിലൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ കളയാനായിട്ട് ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ പരിപാടി, നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ന്യൂഡിൽസ് നമുക്ക് കഴിക്കാം. കമാൺ. അപ്പം നമുക്ക് നമ്മുടെ ന്യൂഡിൽസ് ഒന്ന് കഴിച്ച് നോക്കാം. അതിന് മുമ്പ് നിങ്ങൾക്ക് ക്ലോസപ്പായിട്ടൊന്ന് കാണണ്ടേ. മെയിനായിട്ട് നമ്മൾ ഇതുപോലെയുള്ള ട്രൈപോഡുകളെല്ലാം തണുപ്പത്ത് യൂസ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ പൊട്ടിപ്പോകുന്നത്. അത് ഫ്രോസൺ ആയിട്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ മടക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് അയ്യോ, അങ്ങനെ ചെയ്യരുതെന്ന് പറയാൻ വന്നതാണ്, പക്ഷേ മൈ ബാഡ്. അങ്ങനെ ഈ ഒരു മാസം എൻ്റെ രണ്ടാമത്തെ ട്രൈപോഡാണ് ഈ പൊട്ടുന്നത്. ഞാനിത് വേറെ പാത്രത്തിലേക്ക് മാറ്റുന്നില്ല, പക്ഷെ ഞാൻ കാണിച്ചു തരാം. കാണാവോ? അടിപൊളി. ഞാൻ വിചാരിച്ചേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട്. വെജിറ്റബിൾസ് ഒക്കെ ശരിക്കും വെന്തു, അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ ന്യൂഡിൽസ് സജസ്റ്റ് ചെയ്ത എൻ്റെ പ്രിയ സുഹൃത്തിന് 1000 നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ മക്കളെ.